എൻ്റെ പേര് രമ്യ രവീന്ദ്രൻ. ഞാൻ കൊല്ലം തേവലക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 5 വർഷം കൊണ്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് 3/3/2024 ഉടമ്പടി എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചത് വിദേശത്ത് പോകുന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് അത്രയെല്ലാം എങ്ങനെയൊക്കെയാണെന്നൊന്നും അത്ര അറിയില്ല. അത് കാരണം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം അത്ര കാര്യമായിട്ട് നടത്താൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് പുതുക്കിയതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തിയും ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും ഭക്ഷണം ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കുകയും എല്ലാം ചെയ്തതിന് ഇതായി എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ UK പോകാൻ വേണ്ടി UKV IELTS എക്സാം എഴുതി. എഴുതുന്നതിന് മുമ്പ്, ഞാൻ കൊച്ചിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും എണ്ണയും എല്ലാം കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് പരീക്ഷയ്ക്ക് മുമ്പ് എഴുതുന്ന പേപ്പറിൽ ഉപ്പെല്ലാം തളിച്ച് എന്തോ എൻ്റെ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അവിടെ പോകാൻ വേണ്ടിയുള്ള സ്കോർ ലഭിച്ചു. പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ നിയമം മാറി എനിക്ക് പോകാൻ സാധിക്കാതായി വന്നു. COS പേപ്പർ അടിക്കാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി വന്നു. പിന്നെയും എനിക്ക് വീണ്ടും തടസ്സങ്ങളായി വന്നു. ഞാൻ പിന്നെ എൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതും, എനിക്ക് കുമ്പസരിക്കാനൊന്നും കഴിയില്ല. ഞാനിപ്പം ചോദിച്ചു, മാതാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഹിന്ദു അല്ലേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഹിന്ദുക്കൾക്ക് രാവിലെ കുമ്പസരിക്കാൻ പറ്റാത്തതിന് യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ അങ്ങനെ രാവിലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ഞാൻ യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപക്കറകൾ എല്ലാം കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേട്ടു. അതിനുശേഷം ഞാൻ ബൈബിളിൻ്റെ പുതിയ നിയമം എനിക്കറിയില്ല, പക്ഷെ ആദ്യം മുതൽ തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങി, കാരുണ്യ പ്രവർത്തികൾ ചെയ്തു തുടങ്ങി. അത് നിമിത്തം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇസ്രയേൽ പോകാൻ വേണ്ടി എനിക്കൊരു ഏജൻസി എന്നെ അടുത്ത് ഇങ്ങോട്ട് സമീപിച്ചു. അത് പെട്ടെന്നായിരുന്നു. മാർച്ച് 26 ആയപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഇസ്രയേൽ പോകാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, കാരണം എങ്ങും പോകാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ഏപ്രിൽ 2 ക്ലാസ് കൂടാൻ പറഞ്ഞു. ഏപ്രിൽ 2 ക്ലാസ് കൂടി. മെയ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പക്ഷേ ബാക്കി എല്ലാവരും കയറി പോകുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ വീണ്ടും ഡൗൺ ആയി തുടങ്ങി. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ജപമാല മാസം, ഒക്ടോബർ ജപമാല മാസത്തിൽ ഞാൻ നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ കേട്ടുകൊണ്ടേയിരുന്നു. രാവിലെ ഡെയിലി ബ്രെഡ് മുതൽ തുടങ്ങി 6:30 വരെ ഞാൻ പ്രാർത്ഥന മാത്രമായി തുടങ്ങി. വീട്ടിലെ കാര്യങ്ങളല്ല, എന്നാലും മുടങ്ങുമ്പോഴും വീട്ടിൽ പറയുന്നുണ്ട്, നീ ഒരു ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി കൂടുതലാണല്ലോ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പക്ഷേ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ഇത് മുടക്കാതെ തന്നെ പോയി. അവസാനം ഞാൻ മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ മാസം 30-നകത്ത് എനിക്ക് ഇസ്രയേലിൽ നിന്നൊരു വിളിയെങ്കിലും വരണമെന്ന്. മാതാവിനോട് ഓരോ ദിവസവും ഞാൻ പറയും, മാതാവേ ഇന്ന് 25 26 27 പക്ഷേ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന്. കാരണം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഒക്ടോബർ 29 എനിക്ക് ഇസ്രയേലിൽ നിന്ന് വിളി വന്നു. ഒക്ടോബർ 30 ഏജൻസിയിൽ നിന്ന് വന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 3 മത്താശ വന്നു. 6 ആയപ്പോഴത്തേക്ക് അവിടെ പൈസ അടയ്ക്കാനായി. 9 എനിക്ക് വിസ വന്നു. ഞാൻ ഈ ഞായറാഴ്ച ഞാൻ ബോംബെക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വിസ ക്ലാസ്സിനായിട്ട് അവിടെയാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇസ്രയേൽ പോവുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളേന്ന്. എനിക്ക് ഇന്നലെ ആയിരുന്നു അവിടുന്ന് ബോംബെയിൽ നിന്ന് വിളി വന്നത്. തിങ്കളാഴ്ച അവിടെ ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി സാക്ഷ്യം അതിനായിട്ടാണ് ഞാൻ വന്നത് മെയിനായി. പിന്നെ മാതാവ് എനിക്ക് 5 വർഷം കൊണ്ട് തുടർച്ചയായി തലവേദന ഉണ്ടായിരുന്നു. ഈ മാതാവിൻ്റെ ഉപ്പും എണ്ണയും ഞാൻ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. അത് നിമിത്തം എനിക്ക് ആ തലവേദന മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ കരുതി ഇനി എന്തെങ്കിലും PCOD എന്തെങ്കിലും അസുഖമായിരിക്കുന്നു. പക്ഷേ നല്ല വണ്ണമൊക്കെ ഉണ്ടായതിനാൽ ഞാൻ കരുതി എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇല്ല. മാതാവ് എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തികളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരുപാട് എനിക്ക് എടുത്തെടുത്ത് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് പറയുന്നത് എനിക്ക് അത്രയും പറയാൻ പറ്റുന്നില്ല.
എൻ്റെ മാതാവിൻ്റെയും യേശോപ്പൻ്റെയും കൃപയാൽ എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിൽ ഞാൻ 1 കോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. രമ്യ രവീന്ദ്രൻ എന്ന ഈ മകൾ വളരെ സങ്കടത്തോടെയാണ് പല പ്രാവശ്യം പരീക്ഷ എഴുതി, IELTS എഴുതി മകൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കാതെ, വിദേശത്ത് പോകാൻ സാധിക്കാതെ വിഷമിച്ചപ്പോഴാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. രമ്യ പറയുകയായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, ക്രിസ്ത്യൻസ് അനുദപിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ രമ്യയ്ക്ക് മനസ്സിലായി കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന്, അനുരഞ്ജന കൂദാശ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ദൈവവും ഞാനുമായി അനുരഞ്ജനപ്പെടേണ്ടത് എങ്ങനെയാണെന്ന്, രമ്യതയിലാകേണ്ടത് എങ്ങനെയാണെന്ന് രമ്യയ്ക്ക് മനസ്സിലായി. രമ്യയുടെ പേര് തന്നെ രമ്യതയിലാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈശോയുമായുള്ള ഒരു രമ്യതയിൽ തിരുരക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ എല്ലാ പരീക്ഷകൾക്ക് പോകുന്നതും ഈശോയുമായി രമ്യപ്പെട്ടതും. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ മറിയം നല്ല വശം തിരഞ്ഞെടുത്തു എന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. മറിയം ചെയ്തതുപോലെ, പാപിനിയായ മറിയം, മഗ്ദലന മറിയം ചെയ്തതുപോലെ ഈശോയുടെ പാദാന്ത്യത്തിലിരുന്നുകൊണ്ട് ഏറ്റവും നല്ല ഭാഗം ഈശോ പറയുന്നത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയുടെ മാമോദീസ സമയത്ത് സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിൽ നിന്നുള്ള ആ സ്വരം കേൾപ്പിച്ച അത് തന്നെയാണ്, ലിസൺ ടു ഹിം, അവനെ ശ്രദ്ധിക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുക എന്നുള്ള ഒരു വലിയ സ്വരം പരിശുദ്ധ അമ്മ നമ്മോട് കാനായിലെ വിവാഹ വിരുന്നിൽ സേവകരോടും പറഞ്ഞത് അതുതന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. രമ്യ ചെയ്തതൊന്നു മാത്രമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ രമ്യയുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്നുകൊണ്ട്, ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് രമ്യ ഏറ്റുപറയുന്നത്, ഇന്ന് ഞാൻ വളരെ ധന്യയാണ്, വളരെ സന്തോഷവതിയാണ്. കാരണം എനിക്ക് ഈശോയെ സ്നേഹിക്കുവാൻ പറ്റുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് സൗഖ്യങ്ങൾ, എനിക്ക് 10 മിനിറ്റിൽ പറഞ്ഞൊതുക്കാൻ സാധിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതോടുകൂടി അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിക്കും. എനിക്ക് സാധിക്കാവുന്ന എല്ലാ സമയങ്ങളിലെല്ലാം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുവാനും, അത് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. രമ്യ അങ്ങനെ എളിയവരിൽ എല്ലാവർക്കും വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത് ഇന്ന് ഇസ്രായേലിലേക്ക് ഈ ഞായറാഴ്ച ഈശോ നൽകിയ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രമ്യ ഇസ്രായേലിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ മക്കളെയും വിസ ലഭിക്കുവാനായി തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ എല്ലാവരെയും രമ്യയുടെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് രമ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.